ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ, അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയി എന്നൊക്കെ പറയാൻ പറ്റുന്നത്? അത് പ്രേക്ഷകർ, എനിക്ക് എല്ലാവരുടെയും കൂടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ആരുടെ അടുത്തും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 5 സുന്ദരികളിൽ റോൾ ചെയ്തിരുന്നു ഫഗത്തിന്റെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു ഫഗത്തിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? അതായിരുന്നു ബർദേൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഫിലിം. അത് ഒരു ചെറിയ ഒരു സംഭവമായിരുന്നു അത്. കാരണം 2 സീനേ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ കണ്ടത് ഓക്കെ, ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു എനിക്ക് മെയിനായിട്ടും. ബർദേട്ടൻ, പിന്നെ അൻവർ സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക, പഠിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സോ അതുകൊണ്ട് വർക്ക് ചെയ്തൊരു ഫിലിമാണ്. ഇത്രയും നേരം നമ്മൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിച്ചു. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ഓക്കെ, എന്താണ് കല്യാണം കഴിക്കാത്തത്? കല്യാണം എന്തായാലും ഇപ്പം ഉണ്ടാവില്ല, ഉടനെ എങ്ങും ഉണ്ടാവില്ല. ടിനി ആദ്യമേ ചോദിച്ചു ഹണി റോസ് കല്യാണം കഴിക്കുന്നുണ്ടോ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കണോ, ഞാൻ എന്തായാലും ചോദിക്കും, എന്തായാലും മറുപടി അറിയണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല, ഇപ്പം എൻ്റെ ലക്ഷ്യവും എൻ്റെ ചിന്തയും മുഴുവൻ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫീൽഡിൽ നിൽക്കുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മൾ അതിനുവേണ്ടി എന്താ പറയുക, ടൈം എടുക്കുകയും അതിനുവേണ്ടി ഒന്നുകൂടി പാകപ്പെടാനുണ്ട്. കുറച്ചുകൂടി പക്വതയൊക്കെ ആവണം. ഒരു കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അപ്പം അതിനെന്തായാലും ഇപ്പം എനിക്കായിട്ടില്ല. വീണ്ടും ഒരു പേഴ്സണൽ ചോദ്യം, ഈ സൗന്ദര്യം എങ്ങനെ നിലനിർത്തുന്നു? ഇനി ടിപ്സ് ഫോർ അസ്, ടിപ്സ് പറഞ്ഞു തരൂ. അതുമല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഏറ്റവും ടെൻഷൻ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും പറയും ടെൻഷൻ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കണം, നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞാൻ ചെറിയ കാര്യം മതി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതാണോ അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. ടെൻഷൻ കൂടുതലടിക്കുന്നതുകൊണ്ടാണോ? ഡയറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? അത്യാവശ്യം. പക്ഷെ ഞാൻ എല്ലാ ഫുഡും കഴിക്കും. ഞാൻ ഫുഡ് കഴിക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് കഴിക്കും ഫുഡൊക്കെ. ഹണി റോസ് അപ്പോൾ നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൗണ്ടും ഉണ്ട്. ഹണി റോസ് പാടുമോ? പാടില്ല. മനസ്സിലായില്ലേ, പാര വരുന്നുണ്ട്. അതെനിക്കറിയായിരുന്നു. പാടില്ല. ഗൂഗിൾ അങ്ങനെ പോലെ സോഷ്യൽ നെറ്റ്വർക്ക്സ് ആണെങ്കിലും സ്വന്തം പേരടിച്ച് നോക്കാനും എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ എന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കാറുണ്ട്, എപ്പോഴും നോക്കാറുണ്ട്. തീർച്ചയായിട്ടും. റീസെന്റ് ആയിട്ട് എന്താണ് വന്നിരിക്കുന്നത് അത് നോക്കാൻ? അങ്ങനെയല്ല, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അപ്പം ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അവരുടെ കമൻസും ആളുകളുമായിട്ട് എന്താ പറയുക, കുറച്ചും കൂടി നമ്മുടെ പടങ്ങളെ പറ്റിയും നമ്മുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്താ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. വിവാഹം അടുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെ. എങ്കിലും ഒരു പ്രണയം ഇപ്പം വർക്കാണ്. നമ്മൾ ചെയ്യുന്ന സിനിമയോട് 100% ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ജോലി. ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരായിരുന്നു അത് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതെ. ആരായിരുന്നു എന്നല്ല, ആരൊക്കെയായിരുന്നു, നമ്മൾ ചോദ്യത്തിലാ കുഴപ്പം. അങ്ങനെയല്ല, പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കെന്താ പറയുക, നമുക്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതൊക്കെ രസകരമായ, നമുക്ക് പിന്നീട് ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളാണ്. എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്? അത് കുറവാണ്, 1 2 ഒക്കെ. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുൻപാണെങ്കിലും വന്നതിന് ശേഷമാണെങ്കിലും ഏതെങ്കിലും ഒരു ആക്ടറിനോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി പേരോട്. അത് നമുക്ക് അട്രാക്ഷൻ നമുക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതൊരു അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു സംഭവമാണ്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിട്ട് കാണുന്നതാണ് എൻ്റെ സിനിമ എന്ന് പറയുന്നത്. സോ അത് കളഞ്ഞിട്ട് ഒന്നിലേക്കും പോകാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പം.